വണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പോകുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരി. സുബ്രോ, നമ്മള് ഒരു വണ്ടിയിലായിരുന്നു. ആ വണ്ടിയിൽ നിന്ന് ഇപ്പൊ രണ്ടാമത്തെ വണ്ടി കയറി. അപ്പൊ നമ്മള് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ബൊമ്മസാന്ദ്ര പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. ഇപ്പോഴും കറന്റ് ആ സെയിം ബസ്സിൽ തന്നെ പോണത്. AC സ്ലീപ്പറിൽ. അതും സൗണ്ടിന്റെ ബസ്സിന്റെ കുഴപ്പമില്ല. ഇന്റീരിയറിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ബെഡ് സ്പേസ് ഉണ്ട്. ഷുവറായിട്ട് കാര്യങ്ങള് ഔട്ടർ പറയുമ്പോ കുഴപ്പമില്ല. ഒരു ഫ്രീ വൈബ് ഉണ്ട്. ഗുഡാണ്. നമ്മള് ട്രാവലിങ്ങിലാണ്. ഞാൻ നമുക്ക് ബൊമ്മസാന്ദ്ര കയറിയിട്ട് നോക്കാം. അവിടെയാണ് നമ്മളെ ലൈറ്റ് ഉള്ളത്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ബൊമ്മസാന്ദ്ര എത്തിയിട്ടുണ്ട്. സോ ബൊമ്മസാന്ദ്രയിൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മുടെ കമ്പനിക്കാരൻ വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിക്ക് ചെയ്യാൻ അവിടെ എത്തി. മോർണിംഗ് ആണ് എത്തിയത്. കുഴപ്പമില്ല, വലിയൊരു ലാഗോ ക്ഷീണമൊന്നുമില്ല. നമ്മൾ ചെക്കൻ വന്നിട്ട് നേരെ നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയത് ഒരു ഹോട്ടലിലേക്കാണ്. ഒരു വെജ് ഹോട്ടലാണ്. സോ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ അറിയില്ല, ഒരു വെള്ളപ്പം സാധനമാണ്. ബട്ട് അടിപൊളി ഐറ്റമാണ് കേട്ടത്. അപ്പോൾ രക്ഷയില്ല. സംഭവം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ചമ്മന്തി പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. പ്ലസ് വേറൊരു കറിയുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. നമ്മളിനി ലേറ്റ് ആവേണ്ടത് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പരിപാടിയിൽ തീർക്കാതിരിച്ച് നേരെ അവൻ്റെ റൂമിലേക്ക് പോവുക. നമ്മൾ കാറ് കയറി നേരെ അവൻ്റെ റൂമിലേക്ക് വിടുകയാണ്. സോ നമ്മളങ്ങനെ അവൻ്റെ റൂമിലെത്തി. അവൻ്റെ കയ്യിൽ വേറെ സ്റ്റോക്കായിട്ടുള്ള സൈലൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ജസ്റ്റ് ഒന്ന് ഫ്രഷായി നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകണു. അങ്ങനെ വണ്ടി എടുത്തു. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ബാംഗ്ലൂർ ടു കാലിക്കറ്റൊക്കെ ഒറ്റ ഒരു പിടുത്തം പിടിക്കാൻ പോവാണ് ഇനി. സോ നമ്മളിപ്പോൾ പോണത് ഒരു ഫുള്ള ഏരിയ കൂടാണ്. ലോക്കൽസിൻ്റെ ഏരിയ ആണ്. എന്താ അറിയാലോ, നാട്ടിലൊക്കെ ലോക്കൽസ് ഒക്കെ ആകുമ്പോൾ നമ്മളങ്ങോട്ട് ചെറിയ രീതിയിൽ വള്ളി പിടിക്കാൻ പോയാൽ നല്ല വള്ളി വരികയാണ് പറഞ്ഞത്. അതെ അതെ. കാരണം വെച്ചാൽ ഇപ്പം നോർമലി ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ലോക്കൽസ് ഭയങ്കര ഈഗോ ആണ്. കാരണം ഭയങ്കര ഈഗോ ആണ്. കാരണം ഇപ്പോൾ നമ്മൾ പോകുന്നത് ചെറിയൊരു കുഴപ്പമില്ലാത്തൊരു ബൈക്കിലാണ്. ബട്ട് ഇവിടെ നോർമലി ഇവിടുത്തെ ബൈക്കുകൾ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ആക്റ്റീവ അങ്ങനത്തെ ഓരോ ബൈക്സാണ്. നല്ല രീതിയിൽ ഈഗോ അടിക്കുന്ന പറഞ്ഞു. സോ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഒരു പട്ടിക്കുട്ടി ഇവിടെ വേഗം കൂടെ തന്നെ പോകും. സോ ഗോയ്സ്, എലിഫന്റ് ക്രോസിംഗ് സിഗ്നലിലാണ് നമ്മൾ എത്തിയിരുന്നത്. എലിഫന്റ് ക്രോസിംഗ് സിഗ്നലാണ് പറഞ്ഞത്. ഇവിടെ എലിഫന്റ് ഉണ്ട്, പുലി ഉണ്ടെന്നൊക്കെ പറയണത്. ആനിമൽ ക്രോസിംഗ് ഏരിയ ആണ്. നമ്മളെ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയമായിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ റൈഡ് പോകുന്നുണ്ട്. എല്ലാം കൂടി നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ മനസ്സിലായല്ലോ, നല്ല വെയിലുണ്ട്, നല്ല പുറവേദന ഉണ്ടാവും ചാൻസ് ഉണ്ട്, അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പോയി നോക്കാം. എനിവേ അത്യാവശ്യം പിന്നെ ഇത് ഒരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. മീൻസ് നല്ല കാറ്റ് കൊണ്ട് പോകുന്ന രീതിയിലാണ്. പിന്നെ ഈ ഒരു വണ്ടി 650 തന്നെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സീറ്റിംഗ് സ്പേസ് നല്ല സ്പേസ് ആണ്. ദെൻ ജസ്റ്റ് കാറ്റൊക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ട് ടാനൊക്കെ അടിച്ച് പോവുകയാണ്. സോ നമ്മൾ പോണ വഴിക്ക് നമ്മൾ റോഡ് വെച്ചാൽ അത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നേരെയുള്ള റോഡാണ്. മീൻസ് നേരെ കൊടുക്കുക. അത്ര വലിയ റോഡ് മോശമായിട്ടുള്ള റോഡൊന്നുമല്ല. നമ്മൾ ഡയറക്റ്റ് ലൊക്കേഷൻ ഇട്ടതാണ്. സോ ഈ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ മൈസൂരൊന്നും ടച്ച് ചെയ്യാണ്ട് ഡയറക്റ്റ് ഗുഡൽപേട്ട് വഴി നമ്മളെ കേരളത്തിൽ എത്തുന്ന വേ ആണ്. 2.5 hours ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അവേഴ്സ് വരുന്നത് പറയാം. 5.7 hours ഉണ്ട്. അപ്പോൾ മാക്സിമം വരുന്നവരൊക്കെ അല്ലേ
ടാൻ അടിക്കും, നല്ല രീതിയിൽ ടാൻ അടിക്കും. സൺസ്ക്രീൻ കരുതുക. നമ്മുടെ കയ്യിലെ സൺസ്ക്രീന് ഏകദേശം വറ്റി തീർന്നു ഇഷ്ടം. സൺസ്ക്രീൻ ഓക്കെ ഇന്ത്യയൊക്കെ പോയി. അങ്ങനെ നമ്മൾ ഒന്നും നോക്കില്ല, വണ്ടി എടുത്ത് നേരെ ആ ഒരു സ്ട്രക്ചറിൽ പിടിച്ചിട്ടുണ്ട്. നേരെയുള്ള റോഡാണ്, നേരെ പിടിച്ചാൽ മതി, വളവും തിരിവൊന്നുമില്ല, നേരെ ഒരൊറ്റ പോക്ക്. അങ്ങനെ നമ്മളിങ്ങനെ ഏകദേശം കുറച്ചുകൂടി ഹവേഴ്സ് കവറപ്പ് ചെയ്ത് ഇനി നമുക്ക് ബാക്കി ഒരു 4 മണിക്കൂർ കൂടി ഉള്ളൂ. നമ്മൾ ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടനെ നമ്മൾ ജസ്റ്റ് നിന്നപ്പോൾ തന്നെ ഒരു ആനെ കാണിക്കാം. ഒരു ആനതാ പോണം, ആനങ്ങനെ ഇതിലൊക്കെ പോകുന്നുണ്ട്. അപ്പം അത് കണ്ട് നിർത്തിയാണ്. ഇനി നമുക്ക് 2 hours കൂടി ഒന്ന് ലെഫ്റ്റ് ഉള്ളൂ. നമ്മളങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് പെട്ടെന്നൊരു കുറേ വണ്ടികൾ കണ്ടപ്പോൾ ഗോ സൂര്യകാന്തി. കുറച്ച് സൂര്യകാന്തിനെ കണ്ടപ്പോൾ അപ്പോൾ അവിടെ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. ഇവിടെ ഒരു ചേച്ചിരിക്കില്ല, അവിടെ പേയ്മെൻറ്റ് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ കാണാം. പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു പരിപാടി അപ്പോൾ പരിപാടി ബാംഗ്ലൂരിൽ സാധിച്ചിട്ട് കിട്ടാൻ പ്രശ്നം വരുന്നുണ്ട്. ഇനി ഒരു നമുക്ക് എത്ര ഹവേഴ്സ് ബാക്കിയുണ്ട്, എത്ര മണിക്കൂർ ബാക്കിയുണ്ട്? 3 കഴിഞ്ഞ് നമ്മളിനി 2 hours കൂടി നമുക്ക് ബാക്കിയുള്ളൂ. സോ ബാക്കി 2 hours നമ്മളങ്ങനെ അങ്ങനെ ഓവർ സ്റ്റോപ്പായി നിന്നിട്ടില്ല. ഒരൊറ്റ സ്ട്രക്ചറിൽ നേരെ എടുത്തതാണ്. കാരണം എന്താ വെച്ചാൽ രാവിലെ നമ്മൾ 8, 9, 10 മണിക്ക് അവിടെ നിന്ന് ട്രാവൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. നേരെ ഒരു 5, 5:30 ആകുമ്പോഴത്തേനും ഇവിടെ എത്താനുള്ള ഒരു മൈൻഡ് സെറ്റിൽ വന്നതാണ്. സോ എനിവേ നമ്മൾ ഇവിടെ നമ്മളെ ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ടൈമുള്ളൂ നമുക്ക് നമ്മളെ നാട്ടിൽ എത്താൻ വേണ്ടിയിട്ട്. അറിയില്ല, ബൈക്ക് റൈഡ് ആയതുകൊണ്ടാണ് അറിയില്ല, ഒറ്റ സ്ട്രക്ചറിൽ പിടിച്ചോണ്ടോന്നും അറിയില്ല, നമുക്ക് അത്ര വിശപ്പൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട കഴിയാനായി. ഗുണ്ടൽപേട്ട കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാണ്. So guys, after a long ride we just reached Kalpata. So നമ്മൾ കേരളത്തിലെത്തി ഫ്രം ബംഗളൂരു. ആൻഡ് നമ്മൾ കുറേ ആയി നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ജസ്റ്റ് ഒരു നോർമൽ ഒരു KFC നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് വിത്ത് KFC. നിങ്ങളെ ലോങ് റൈഡ് പോകുന്നവരോട് എന്താണ് പറയാനുള്ളത്? സേഫ്റ്റി സൺസ്ക്രീൻ അല്ലേ, സൺഗ്ലാസ് ഒന്നും ഇല്ലാണ്ട് പോകണ്ട, സൺസ്ക്രീനും ഇല്ലാണ്ട് പോകണ്ട, അതേപോലെ തന്നെ മാസ്കും ഇല്ലാണ്ട് പോകണ്ട. കണ്ണൊക്കെ കിറങ്ങിപ്പോയി. പിന്നെ ഒരു ഫേസ് വാഷ്. പിന്നെ ഓരോ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. എവിടെ അങ്ങനെ ഓരോ സ്റ്റോപ്പൊന്നും ഇല്ലാണ്ട പറപ്പിച്ച് തന്നാൽ നമുക്ക് ഏകദേശം സ്പീഡൊക്കെ ആവും. നമ്മൾ പരിപാടി കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു KFC കഴിഞ്ഞാൽ KFC സാമ്പത്തിക KFC കുഴപ്പമില്ല. അങ്ങനെയുള്ള വിശക്കുമ്പോൾ എല്ലാ KFCയും വിശക്കുമ്പോൾ നമ്മുടെ ഫുഡ് കിട്ടിയാൽ ഭയങ്കര ടേസ്റ്റാണ്. ഗൈസ്, നമ്മളെ വണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സോ ഇന്ന് KFC നമ്മളൊന്ന് ഫ്രഷായി. അപ്പോൾ ടോട്ടൽ ഇത്ര 7 hours അല്ലേ? 7 മണിക്കൂറാണ് നമ്മൾ എടുത്തത്. സോ 7 മണിക്കൂർ ബാംഗ്ലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരി. നമ്മളെ നാട്ടിൽ കുറച്ച് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. റീച്ച് അടിച്ച് കേരള. അപ്പം